ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണേ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല എല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. കുറച്ച് പെരിഞ്ജീരകവും കുരുമുളക് പൊടിയും കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വിനാഗിരിയും പിന്നെ ലേശം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാല. ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ചിക്കൻ നന്നായിട്ട് വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. ഇച്ചിരി വലിയ പീസുകളായിട്ടോ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മസാല നന്നായിട്ട് പിടിപ്പിച്ചെടുക്കണം. എന്നിട്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 ഹവറെങ്കിലും വെച്ചാൽ നന്നായിരിക്കും. മസാല നന്നായിട്ട് അകത്തോട്ടൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് തരട്ടെ. ഞാനിവിടെ ചേർത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. 1 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് ഇതുപോലെ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം വേണം ഇതുപോലെ കറക്കിയിടാൻ. അതിനുശേഷം ഞാനൊന്ന് തിരിച്ചിട്ടു കേട്ടോ. 2 കുറേ ഇതുപോലെ നന്നായി വേവിച്ചെടുക്കണം. ഞാനൊന്ന് മൂടി വെച്ചാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. ഒത്തിരി അങ്ങ് ക്രിസ്പി ആയി പോകരുത്. അതുകൊണ്ട് മൂടി വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നന്നായി കുക്കായി കിട്ടുകയും ചെയ്യും മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കാനും മറക്കരുതേ. ഞാനിപ്പോൾ റൈസിൻ്റെ കൂടെയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ കഴിക്കുന്നത്.